ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പം നമ്മൾ 7ാം ക്ലാസ്സിലെ SCRTയുടെ ബേസിക് സയൻസിലെ വൈദ്യുതിയുടെ ലോകം എന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 7ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബേസാണ്. കാരണം 8, 9 പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടെ കൂടുതലുണ്ട്. അപ്പം 7ാം ക്ലാസ്സിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതൊരു ഐഡിയ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാപ്റ്റർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 8, 9 ചാപ്റ്റർക്ക് നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അയ്യോ, കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ കുട്ടി പറയാണ്, അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛ എന്ന് കുട്ടി തിരിച്ച് പറയാണ്. വീട്ടിലൊരു സന്ദർഭമാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണ എന്താണ് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാവുന്നെങ്കിൽ നമ്മൾ മെഴുകുതിരി കത്തിച്ചിരിക്കും, അല്ലെങ്കിൽ ഇപ്പം അല്ലേ കൂടുതലും ഇൻവെർട്ടർ ഉണ്ട്, അല്ലെങ്കിൽ എമർജൻസി തെളിക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ. വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ? അപ്പോൾ എമർജൻസി ലാമ്പിൻ്റെ ഒരു നിർമ്മാണമൊക്കെയാണ് ഇവിടെ പറയുന്നത്, അത് നമുക്ക് വേണ്ട. വൈദ്യുത ലഭ്യത. അപ്പോൾ ഇതിനകത്ത് കുറേ കട്ട് ചെയ്ത് കളയാനുള്ള പോർഷനൊക്കെ ഉണ്ട്, കാരണം അതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. കുട്ടികൾക്ക് കൊടുത്തേക്കണ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തേക്കണ എക്സ്പെരിമെൻറ്റുകളാണ് കൂടുതലും. ഓക്കെ, നമ്മൾ പറയാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് വൈദ്യുതി ലഭ്യത. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലായി അല്ലേ? നമുക്കറിയാം വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജ രൂപമാണ് അല്ലേ? വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ്. മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഈ ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. എന്താണ്? മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്കും നമുക്ക് എളുപ്പം മാറ്റാനായിട്ട് സാധിക്കും അല്ലേ? വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരുന്നു അല്ലേ? റിമോട്ട്, പിന്നെന്താ ക്ലോക്ക് നൽകിയിട്ടുണ്ട്, പിന്നെ ഫോൺ നൽകിയിട്ടുണ്ട്, പിന്നെ എമർജൻസി, പിന്നെ അയൺ ബോക്സ് അല്ലേ? ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? നമുക്കറിയാം ബാറ്ററി സെല്ല് അല്ലേ, സ്വിച്ച് ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇവ നാം ഉപയോഗിക്കാറുണ്ട്, നമുക്കറിയാം അല്ലേ? വൈദ്യുതി സ്രോതസ്സുകൾ. വൈദ്യുത സ്രോതസ്സാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ല് തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ? വൈദ്യുതി നൽകുന്ന ആ സ്രോതസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈദ്യുത സ്രോതസ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത് വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ല് എന്നിങ്ങനെ. ഓക്കെ, രാസോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ല്. PYQ. രാസോർജ്ജത്തെ എന്താണ്? വൈദ്യുത ഊർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ല് അല്ലേ? ഇലക്ട്രിക് സെല്ല് എന്ന് പറയും. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു അല്ലേ? നമുക്കറിയാം ഇലക്ട്രിക് സെല്ലിനകത്ത് രാസോർജ്ജമാണ് അല്ലേ? അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ റിമോട്ടിലിട്ടോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അത് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, സെല്ലും ബാറ്ററി. സെല്ലെന്നും ബാറ്ററി എന്നും കേട്ടിട്ടില്ല. എന്താണ് സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം? ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. എന്താണ്? നമുക്ക് ഇതിനകത്ത് പോയിന്റ്സ് മാത്രം മതി. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്നറിയപ്പെട്ടത്. ഓക്കെ, സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും. ഇതിനകത്ത് കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ചാപ്റ്റർ വൈൻഡപ്പും ചെയ്യാം. ഓക്കെ, സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയാണ് നമ്മൾ പറയുന്നത്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായി നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നല്ലോ അല്ലേ? ക്ലോക്കിലൊക്കെ തീർന്ന് നമുക്കറിയാം, നമ്മൾ ആ ബാറ്ററി മാറ്റിയിട്ട് വേറെ ബാറ്ററി ഇടും. പക്ഷേ അതേസമയം ഫോണിലാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന വീണ്ടും അത് ചാർജ് ചെയ്യും അല്ലേ? ക്ലോക്കിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് നമുക്ക് കുറയുമ്പോൾ എന്താണ്? റീചാർജ് അല്ലേ? നമ്മൾ വീണ്ടും അത് റീചാർജ് ചെയ്യുക അല്ലേ? റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തതുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വേണ്ട. അടുത്താണ് വൈദ്യുതിയുടെ ലഘുചിത്രം. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് 2 ടൈപ്പ് ഉണ്ടെന്ന്. റീചാർജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇനി അല്ലാതെ റീയൂസ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി അധിക വായനയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് എന്താണ്? വൈദ്യുതി അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലേ? നമ്മുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്താണ്? വൈദ്യുതിയിൽ നിന്നാണല്ലേ? അതും ഇന്നത്തെ കാലത്ത് അല്ലേ? ഒരുതരം മരക്കറ ഉറച്ച് ഉണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. അപ്പം ആ വൈദ്യുതി വന്ന വഴിയാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു അല്ലേ? നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലല്ലേ വളരെ കുഞ്ഞിലേക്ക് എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ ബൾബായിരുന്നു അല്ലേ? ഇപ്പം എന്താണ് അത് CFLലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ LED ലൈറ്റിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFL അല്ലേ? പണ്ടൊക്കെ ഒരുപാട് അല്ലേ നമുക്ക് ഭയങ്കര കറണ്ട് ചാർജ് ആയിരുന്നല്ലേ? പക്ഷേ ഇന്നെന്താണ് CFLും ഈ LED ഒക്കെ വന്നേ പിന്നെ അത്ര അല്ലേ അതിനൊന്നും അത്ര ചാർജ് ഇല്ല. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL ധാരാളമായി ഉപയോഗിക്കുന്നില്ല അല്ലേ? അതിനകത്തുള്ള ആ ഒരു
ഫ്ലൂയിഡ് അല്ലേ. CFLനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ചാണ് അന്വേഷിക്കാനായിട്ട് പറയുന്നത്. ഫിലമെൻ്റ് ബൾബ് അല്ലേ, നമ്മുടെ ആദ്യത്തെ ബൾബ് തൊട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് CFL ലാമ്പായിരുന്നു. ദെൻ ഇപ്പോൾ എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം LED ബൾബുകൾ സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത് പറയാനുള്ള വൈദ്യുത സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന്, അതായത് ഒരു വൈദ്യുത സ്രോതസ്സ് അവിടുന്ന് ആ ഉപകരണത്തിൽ, ഇപ്പം നമ്മുടെ എന്താണ് ഫോൺ ചാർജിങ് അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ അവിടുന്ന് അല്ലേ, ആ സ്രോതസ്സിൽ നിന്ന് എന്താണ് ആ ഉപകരണങ്ങളിലോട്ട് വൈദ്യുതി എത്തുന്നു. അതിനാണ് നമ്മൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് എന്താണ്? വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. ഓക്കെ, വൈദ്യുത സർക്യൂട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും, അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട്, അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലേ, അതായത് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോ, അതായത് ആ കറണ്ടിൻ്റെ ആ ഒരു ഫ്ലോ നടന്ന അത് ഫുള്ളായി ക്ലോസ് ആയെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയത്തുള്ളൂ. അതേസമയം എന്താണ് അത് ഫുള്ളായിട്ട് കടന്ന് ചെന്നില്ല എങ്കിൽ നമ്മളതിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നു. ഓക്കെ, അടുത്താണ് സ്വിച്ച്. ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഓരോ പോയിന്റ് പറയുന്നത്. എക്സാമിന് വേണ്ട പോയിന്റ്സ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം അടുത്ത ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോരോ അല്ലേ, ഇപ്പോൾ സർക്യൂട്ട് പറഞ്ഞു, സ്വിച്ച്, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്തത്. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് അല്ലേ. നമുക്കറിയാം സ്വിച്ച് അല്ലേ, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് വൈദ്യുതി കിട്ടുന്നു അല്ലേ. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ എന്താണ്, സർക്യൂട്ട് തുറന്നു പോകുന്നു. അപ്പോൾ എന്താണ്, അത് ഓപ്പൺ സർക്യൂട്ടായി. അപ്പോൾ എന്താണ്, അവിടെ ആ ഒരു ഇലക്ട്രിക് ഫ്ലോ നടന്നില്ല. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താണ്, സർക്യൂട്ട് ക്ലോസ് ആകും. നമ്മൾ പറഞ്ഞു ക്ലോസ് ആയാൽ മാത്രമാണ് അവിടെ ആ ഒരു ഫ്ലോ നടക്കത്തുള്ളൂ, അതായത് ആ വൈദ്യുതി അവിടെ കടന്നു വരത്തുള്ളൂ. അതേസമയം സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ്, വൈദ്യുതി അവിടെ കടന്നു വരുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളിലൊക്കെ പറയുന്നത് അല്ലേ, സ്വിച്ച് ഓൺ ആക്കിയിട്ട് അല്ലേ ആ ഒരു ഇതിനകത്ത് തുടരുത്, സ്വിച്ചിലൊന്നും തുടരുത് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, വിവിധ തരം സ്വിച്ചുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സാധാരണ സ്വിച്ച്, 2 വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പിന്നെ പുഷ് ബട്ടൺ, സ്ലൈഡിങ് സ്വിച്ച്, ദെൻ മെയിൻ സ്വിച്ച് അല്ലേ. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചുകളൊക്കെയാണ്. ഓക്കെ, ഒഴുകുന്ന വൈദ്യുതി. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ ആ ഒരു ഇവിടെ കൊടുത്ത ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്നും വേണ്ട. അടുത്തതാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇതൊക്കെ നമുക്ക് ഇതെന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്. എന്താണ് വൈദ്യുതി കടത്തിവിടുന്നത് അല്ലേ, വൈദ്യുതിനെ നമ്മൾ കടത്തിവിടുന്നതിനാണ് നമ്മൾ ചാലകം അഥവാ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ അല്ലേ, വൈദ്യുതി അതിൽ കടന്നു പോകത്തില്ല, അതിനാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. അതായത് അതെന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടേഴ്സാണ്, വൈദ്യുതി കടത്തിവിടും. ഉണങ്ങിയ മരക്കഷ്ണം അല്ലേ, നമുക്കറിയാം എന്തെങ്കിലും ഒരു ഷോക്കൊക്കെ അടിക്കുന്ന ആൾ പെട്ടെന്ന് നമ്മൾ അല്ലേ എന്താണ് മരക്കഷ്ണമൊക്കെ വെച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ ചെയറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും അല്ലേ അടിച്ച് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അതിൻ്റെ കാരണം എന്താ, അതിലൂടെ ആ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരക്കഷ്ണം അല്ലെ തുണി എന്നിവയിലൂടെ ഒന്നും എന്താണ് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകത്തില്ല. അതെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം, വൈദ്യുതി കടത്തിവിടുന്ന ഉപകരണങ്ങളെ നമ്മൾ ചാലകങ്ങൾ എന്ന് പറയുന്നു. ഇനി വൈദ്യുതി കടത്തിവിടാത്തതിന് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം. നമുക്കറിയാം ഇരുമ്പ് അതേപോലെ തന്നെ ചെമ്പ് എന്നൊക്കെ പറയുന്നത് നോർമലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയായിട്ട് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി എന്നിവ ഇൻസുലേറ്റേഴ്സാണ്. അതായത് അവിടുന്ന് അതിൽ ഇൻസുലേറ്റേഴ്സ് ആയ ഇതിലൂടെ ഒന്നും എന്താണ് കറണ്ട് കടന്നു പോകത്തില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു അധിക വായനയ്ക്കുന്നുണ്ട്, ലോഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹം. നമുക്കറിയാമല്ലോ ലോഹം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള അല്ലേ, ഭയങ്കര കടുപ്പമേറിയ സാധനമാണ് അല്ലേ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണ്ണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് അറിയാം ആ ലോഹങ്ങളും ഒക്കെ നമുക്കറിയാം അല്ലേ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണ്ണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയതെല്ലാം എന്തെന്ന് പറയുന്ന ലോഹഗണത്തിൽ പെടുന്നവയാണ്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖര അവസ്ഥയിലാണ് അല്ലേ. നമുക്കറിയാം ലോഹം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോളിഡ് അല്ലേ ആ ഒരു ഫോമിലാണ്. എന്നാൽ മെർക്കുറി നമുക്കറിയാം ദ്രാവക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. മെർക്കുറി ഇങ്ങനെ അല്ലെ വെള്ളം പോലെ അല്ലേ, അങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്ര ശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹിക ജീവിതത്തിലും വന്ന മാറ്റം നമുക്ക് അറിയാം അല്ലേ.
ഓരോ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് എല്ലാത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളൊരു ബോക്സാണ് വൈദ്യുത ഷോക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു, നമുക്കറിയാം. സ്വിച്ച് എന്നൊക്കെ നമുക്ക് ഷോക്ക് ഏൽക്കുന്നു, നോർമലി അറിയാവുന്ന കാര്യമാണ്. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. നമ്മൾ പറഞ്ഞു വെള്ളം എന്ന് പറയുന്നത് വെള്ളം അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതി കടത്തിവിടും, അത് കണ്ടക്ടേഴ്സാണ്. അപ്പോൾ എന്താ പറയുന്നത്? ജീവനുള്ള നമ്മുടെ ശരീരത്തൊക്കെ എന്താണ്? കൂടുതലും വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളൽ ഏൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന് പ്രധാന കാരണം ഹൃദയാഘാതമാണ്, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കറണ്ട് കയറി നമുക്ക് പൊള്ളലേക്കുന്നു. അതോടൊപ്പം എന്താണ്? ഹൃദയാഘാതത്തിനും അതായത് ഹാർട്ട് അറ്റാക്കിനും എന്താണ്? വൈദ്യുത ഷോക്ക് എന്ന് പറഞ്ഞാൽ കാരണമാകുന്നു. അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നതാണ് ഈ ഒരു ബോക്സിൽ നിന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മിന്നലും വൈദ്യുതിയും. അടുത്ത ബോക്സാണ് മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കും ഭൂമിയിലേക്കും കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. മിന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ ഭൂമിയിലോട്ടോ അല്ലെങ്കിൽ മേഘങ്ങളിൽ നിന്ന് മറ്റു മേഘങ്ങളിലോട്ടൊക്കെ കൈമാറ്റം ചെയ്യുന്ന ചാർജാണ് എന്തെന്ന് പറയുന്നത്? മിന്നലിന് കാരണമാകുന്നതെന്ന് പറയുന്നത്. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹത്തിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, മിന്നലേറ്റ് മരിച്ചു, മഴയുടെ അല്ലെങ്കിൽ ഇടിയുടെ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ കേൾക്കാറുള്ള മിന്നലേറ്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഒരു പ്രിക്കോഷൻ പോലെ ഇവിടെ ഷോക്ക് ഏറ്റാൽ എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് വായിക്കാം. ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? നമുക്കും ഷോക്ക് ഏൽക്കില്ലേ? അതിനാൽ ഒരു കാരണവശാലും ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല, എന്തെങ്കിലും ഉപകരണം നമ്മൾ പറഞ്ഞു തടി കൊണ്ടോ അല്ലെങ്കിൽ കസേര പ്ലാസ്റ്റിക് കസേരയൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തുണി ഇതൊന്നും നമുക്ക് ഷോക്ക് ഏൽക്കത്തില്ല. ഓക്കെ, വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രിക്കോഷനാണ് പറയുന്നത്. ആദ്യം ആ വൈദ്യുത ബന്ധം ഒഴിവാക്കണം. ഇപ്പോൾ സ്വിച്ച് അവിടുത്തെ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യുക. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുക, ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയോ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റാൽ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. ഉണങ്ങിയ മരക്കമ്പ് വെച്ചിട്ട് അടിച്ച് വീഴ്ത്തുവോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റുകളുടെ നെഞ്ചുകൾ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തണം. ഹൃദയം പ്രവർത്തിക്കുന്നവരെ ഇത് ചെയ്യണം. അതായത് നമ്മൾ ഷോക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പ് നമ്മളൊന്ന് നോക്കി അയാളെ നമ്മൾ സമാധാനിപ്പിച്ച അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ മേലെ കൈവച്ച് അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. നമ്മുടെ ഷോക്കേറ്റ ആളുടെയൊക്കെ ശരീരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ പറഞ്ഞാൽ ഫുള്ള് തിരുമ്മി നോർമൽ നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു ടെമ്പറേച്ചറിലോട്ട് ആവുന്നവരെ തിരുമ്മി സെറ്റ് ചെയ്യണം. ഓക്കെ, ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തി ഉടനെ ആശുപത്രിയിലേക്കാണ്. അപ്പോൾ ആ ഒരു പ്രിക്കോഷനാണ് നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്ന ജനറേറ്ററാണ്. മേളകളോ PTA പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ വലിയ ആൾക്കാർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ജനറേറ്റർ വെക്കും. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒന്നെങ്കിൽ പെട്രോൾ ഒഴിക്കും, അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കും, അല്ലെങ്കിൽ മണ്ണെണ്ണ ഇതൊക്കെ ഒഴിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായും മാറുന്നുവെന്നാണ് പറയുന്നത്. ജനറേറ്ററിലെ ആ ഊർജ്ജ കൈമാറ്റം ചോദിച്ചിട്ടുണ്ട്, PYക്കുമാണ്. ജനറേറ്ററിൽ ഊർജ്ജ കൈമാറ്റം രാസോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും പിന്നീട് അത് വൈദ്യുതോർജ്ജമായിട്ടും മാറും. നേരിട്ട് ചോദിക്കാറുണ്ട്, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും അങ്ങനെ തരാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു 3 സ്റ്റെപ്പും പഠിക്കുക. അതായത് രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമാവും, പിന്നീട് അത് വൈദ്യുതോർജ്ജമായിട്ടും മാറാറുണ്ട്. ഓക്കെ, അതത്രേ ഉള്ളൂ. അടുത്തതാണ് ജലവൈദ്യുത നിലയം. ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ? എവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത്? നമുക്ക് നോക്കാം. ജലവൈദ്യുതി നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത്. ജലവൈദ്യുതി നിലയങ്ങളിലെ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം വൈദ്യുതി വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിലെ ജലവൈദ്യുതി നിലയത്തിലാണ്. PYക്കാണ്. കേരളത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജലവൈദ്യുതി നിലയത്തിൽ നിന്നാണ്. അത് ഇടുക്കിയിലാണ്. ഇന്ധനങ്ങളുടെ വില, മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുതി നിലയങ്ങളുടെ മേന്മ ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതെവിടെ 3 വൈദ്യുതി നിലയം കൊടുത്തിട്ടുണ്ട്. ഒന്ന് താപവൈദ്യുതി നിലയം, പിന്നെ ആണവോർജ്ജ നിലയം, പിന്നെ കാറ്റാടിപ്പാടം.
കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിൻ്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജ്ജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് താപവൈദ്യുത നിലയമുണ്ട്, താപം വെച്ചിട്ടുള്ളതുകൊണ്ട്, പിന്നെ ആണവോർജ്ജം, പിന്നെ എന്താണ് കാറ്റാടി. അപ്പം കാറ്റാടി എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച്. അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് സോളാർ പാനൽ, ചാന്ദ്രയാൻ 3 സോളാർ കാർ. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെൽ. വയ്ക്കണേ, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം എന്താണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു അല്ലേ, നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ സോളാർ സെൽ വെച്ചല്ലേ അങ്ങനെ എന്താണ് കറണ്ട് എടുക്കുന്നുണ്ടല്ലേ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ അല്ലേ. ഭാവിയിൽ വരാവുന്ന ഊർജ്ജ പ്രതിസന്ധികളുടെ പരിഹാരമാണ് സൗരോർജ്ജം. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് വരേണ്ടതുണ്ട്. അതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. വൈദ്യുതി പാഴാക്കല്ലേ. കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അല്ലേ. നമുക്കറിയാം ഏത് കാര്യം നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും അല്ലേ. നമുക്കറിയാം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എന്താണ് അതിനനുസരിച്ചുള്ള ഇന്ധനം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ വൈദ്യുതിയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കുട്ടി കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ വായനയിൽ നമുക്ക് എല്ലാവർക്കും അത് ക്ലിയർ ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. 7ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് ക്ലിയർ ആവണമല്ലോ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്കിനി വരും ക്ലാസ്സിലോട്ട് വരുമ്പോൾ 8ലോട്ടും 9ലോട്ടും 10ലോട്ടൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടല്ലേ ഓരോ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ്, അതെങ്ങനെയാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം എന്താണ് ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ ഓക്കെ, താങ്ക്